ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയത് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ മുട്ട പുഴുങ്ങാനായിട്ട് ഒരു എഗ് ബോയിലർ വാങ്ങി. മുട്ട പുഴുങ്ങാൻ അറിയാൻ പാടില്ലാത്തവരുണ്ടാവില്ല എന്നറിയാം. എന്നാലും മീഡിയം, സോഫ്റ്റ്, ഹാർഡ് എന്നിങ്ങനെ പല രീതിയിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് ഈ ഒരു എഗ് ബോയിലർ ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. 8 മുട്ട വരെ ഒരു സമയത്ത് നമുക്ക് പുഴുങ്ങിയെടുക്കാം. മാത്രമല്ല അതിൻ്റെ കൂടെ വരുന്ന ട്രെയിൽ നമുക്ക് വെജിറ്റബിൾസും ബോയിൽ ചെയ്തെടുക്കാം. ഓരോ രീതിയിൽ മുട്ട പുഴുങ്ങാനായിട്ട് ആവശ്യമുള്ള വെള്ളം നമ്മൾ ഈ മെഷറിംഗ് കപ്പിൽ അളന്ന് ഒഴിച്ചു കൊടുക്കുക. മെഷറിംഗ് കപ്പിന് താഴെ വരുന്ന പിന്ന് വെച്ചിട്ട് മുട്ടയുടെ വീതിയുള്ള ഭാഗത്ത് ഒരു ഓട്ട ഇട്ട് കൊടുക്കുക. മുട്ട ട്രെയിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടെ മോണിറ്ററിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ എന്ത് ജോലിയാണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. മുട്ട പാകത്തിന് വെന്ത് കഴിയുമ്പോൾ ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ തനിയെ ഓഫായിക്കോളും. എങ്ങനെയാണോ നമുക്ക് മുട്ട പുഴുങ്ങി വേണ്ടത് അതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് മുട്ട നമുക്ക് പുഴുങ്ങി കിട്ടും. ഏറ്റവും നല്ല ഗുണം പീൽ ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മുട്ട പുഴുങ്ങുമ്പോൾ പീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. എഗ് ട്രേയുടെ മുകളിലായിട്ട് അതിൻ്റെ കൂടെ വരുന്ന ട്രേ വെച്ചു കൊടുത്തതിന് ശേഷം വെജിറ്റബിൾസ് ബോയിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി. സാലഡിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തെടുക്കാം. പോച്ച്ഡ് എഗ്സ് ഉണ്ടാക്കാനും ഈ ഒരു ട്രേയുടെ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി ഉള്ളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഓൺ ചെയ്താൽ മതി. മോമോസ് വരെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ പോലെ ഡെയിലി നിങ്ങൾ മുട്ട പുഴുക്കി കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ഹെൽപ്ഫുള്ളാട്ടോ. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ.